ഹലോ, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ കുറച്ച് മുന്നേയുള്ള പല വീഡിയോയിലും പറഞ്ഞ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സിമുലേഷൻ ടൂളിനെ പറ്റിയുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പറയാനല്ല, ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിമുലേഷൻ ടൂളിനെ എങ്ങനെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ആ സിമുലേഷൻ ടൂൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യങ്ങൾ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ബേസിക്കലി അത് ഒരു വെബ്സൈറ്റാണ്, സ്റ്റോക്ക് മോക്ക് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഈ സ്റ്റോക്ക് മോക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്താ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മുടെ NSEയിലും BSEയിലും ഉള്ള ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്, ഈ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ഓപ്ഷൻസ് ആവാം, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സും ആവും. ഈ ഓപ്ഷൻസിൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെയും മാർക്കറ്റിനെ അതുപോലെ തന്നെ സിമുലേറ്റ് ചെയ്ത് കാണിച്ചു തരുവാണ് നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ആവാം, ബാങ്ക് നിഫ്റ്റി ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റി ആവാം. ഇതെല്ലാം തന്നെ ഒരു ദിവസം എങ്ങനെയാണ് ശരിക്കും എക്സാക്ട്ലി അത് ഫങ്ഷൻ ചെയ്തത്, അതിൽ എങ്ങനെ നമ്മുടെ സ്ട്രാറ്റജീസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു, ആ സ്ട്രാറ്റജീസിൽ നമുക്ക് എന്തോരം MTM പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ആ സ്ട്രാറ്റജി ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്, ഇതിൻ്റെ എല്ലാം എക്സാക്ട്ലി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡിറ്റോ ആയിട്ട് തന്നെ ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പല പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ട്രൈ ചെയ്തിട്ട് അതെല്ലാം നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കാം. റിയൽ മാർക്കറ്റിൻ്റെ ഡേറ്റ വെച്ചിട്ട് സിമുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അത് ഒരു ദിവസം കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും നമുക്ക് ഈ പറയുന്ന ഡേറ്റ അവരുടെ ഇതിനകത്ത് അവൈലബിൾ ആവുക. അപ്പോൾ ഈ സിമുലേഷൻ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് അധികം സമയം ഒന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് എങ്ങനെ സിമുലേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തത്. ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത 1-2 പോയിൻറ്റ്സാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നോർമലി ഞാൻ ഈ സിമുലേഷൻ ടൂൾ യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിമുലേഷൻ ടൂൾ യൂസ് ചെയ്ത് ഒന്ന് ട്രെയിൻഡ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മാർക്കറ്റിലൊരു എഡ്ജ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ മാർക്കറ്റിനെ പറ്റി യാതൊരു സ്റ്റഡിയും ചെയ്യാതെ, ഒരു സിമുലേഷനും ചെയ്യാതെ ചെയ്യുന്ന ഒരാൾക്ക് മാർക്കറ്റിനകത്ത് ആക്ച്വലി ഉള്ള മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ നമ്മളൊന്ന് സിമുലേഷനിൽ വർക്ക് ചെയ്ത് എന്താണ് റിയൽ സിനാരിയോ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി മാർക്കറ്റ് ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് വരുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് മാർക്കറ്റിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സിമുലേഷൻ ഓപ്ഷൻസിൻ്റെ, എസ്പെഷ്യലി ഓപ്ഷൻസിന് വേണ്ടി ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ഇതിനൊരു ഡ്രോബാക്ക് എനിക്ക് പണ്ട് തോന്നിയത്, ഇത് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ പിറകിലിരുന്ന് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് തോന്നിയായിരുന്നു. പക്ഷേ അതിൽ ചില ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അതെൻ്റെ കണ്ണിൽ അന്ന് പെട്ടില്ല. പക്ഷേ ഞാൻ വളരെ റീസെൻ്റായിട്ട് ഞാൻ ആ ഫീച്ചേഴ്സ് പണ്ട് ഞാൻ കണ്ടുപോയിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊരു റിയലൈസേഷൻ എനിക്ക് വന്നിട്ടില്ല ഈ ഫീച്ചേഴ്സ് എങ്ങനെ കറക്റ്റായിട്ട് സിമുലേഷന് വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ സ്റ്റോക്ക് മോക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു സിമുലേഷന് വേണ്ടി മാത്രമുള്ള വെബ്സൈറ്റ് അല്ല. അത് നമുക്ക് ബാക്ക് ടെസ്റ്റ് വരെ ചെയ്ത് നോക്കാൻ പറ്റും. പല സ്ട്രാറ്റജീസും ഒരു 1 ഇയർ 2 ഇയർ അല്ലെങ്കിൽ 5 ഇയർ 3 ഇയർ ഒക്കെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമും കൂടെയാണ്. ഇതിനകത്ത് നിഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള NSE റിലേറ്റഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് മാത്രമല്ല, BSE റിലേറ്റഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സും അവൈലബിൾ ആണ്. ഇൻഡെക്സ് ആണ് ബേസിക്കലി അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്ക് ഓപ്ഷൻസ് ഒന്നും കറൻ്റ്ലി അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ പോയിട്ട് കാണാം എങ്ങനെയാണ് ഈ ടൂൾ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ എങ്ങനെയാണ് നമ്മൾ സിമുലേഷൻ ചെയ്യുന്നത്, അതിന് നമുക്ക് എങ്ങനെ വളരെ കുറഞ്ഞ ടൈമിനകത്ത് നിന്നുകൊണ്ട് വളരെ നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന്. ഓക്കെ, വരൂ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റോക്ക് മോക്കിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് മോക്കിൽ യൂഷ്വലി ഇവിടെ നമുക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് കാണാൻ പറ്റും. പല ഷോർട്ട് സ്ട്രാഡിൽ, ലോങ് സ്ട്രാഡിൽ, ഷോർട്ട് സ്ട്രാങ്കിൾ, ഇങ്ങനെ പല സ്ട്രാറ്റജീസും കാണാൻ പറ്റും. സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിൽ എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയല്ല, പകരം ഒരു സ്ട്രാറ്റജി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഫാസ്റ്റ് മെത്തേഡ്സ് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ ഫ്രൈഡേയിലാണ്. ഫ്രൈഡേ August 9, അതായത് സെൻസെക്സിന്റെ എക്സ്പയറി ഡേ. ഫ്രൈഡേസിലാണ് സെൻസെക്സ് എക്സ്പയർ ആവുന്നത്. സെൻസെക്സ് എന്ന് പറയുന്നത് BSEയുടെ ഇൻഡെക്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ദിവസം ഞാൻ വെറുതെ ഒരു സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ ആ സ്ട്രാറ്റജി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയെ എനിക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഫ്രൈഡേ കഴിഞ്ഞു, ഫ്രൈഡേയുടെ മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്ന സിമുലേഷൻ ചെയ്ത് നോക്കുന്നത്. ഞാൻ ഷോർട്ട് സ്റ്റാഡിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി 9:30 9:16 മാർക്കറ്റ് ഓപ്പൺ ആയി 9:30 ആയപ്പോൾ ഞാൻ ഷോർട്ട് സ്റ്റാഡിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു. എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ ഞാൻ ഇവിടെ 2 സെല്ല് അറ്റ് ദ മണിയിലാണ് ഈ ഷോർട്ട് സ്റ്റാഡിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് സ്റ്റാഡിൽ അറ്റ് ദ മണിയിൽ ഇങ്ങനെ സെല്ല് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും എനിക്ക് ചെയ്യാം.
ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ തൽക്കാലം ഒരു ഹെഡ്ജ് അഡ്വാൻറ്റേജിന് വേണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒരു ബൈയും കൂടെ എടുക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ഒരു ഹെഡ്ജ് അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട്. ഇത് ഒരു സ്ട്രാറ്റജിയെ പറ്റി പറയുന്നതല്ല, ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ ഞാൻ സിമുലേഷൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബേസിക്കലി നമ്മളിത് ചൂസ് ചെയ്യുമ്പോൾ ഒരു ലോട്ട് എന്നുള്ള രീതിയിലായിരിക്കും ഇത് ചൂസ് ആവുക. പക്ഷേ ഒരു ലോട്ട് എന്നുള്ള രീതിയിൽ അത് ചൂസ് ആയാലും അത് അങ്ങനെ ചൂസ് ചെയ്യാതെ നിങ്ങൾ എത്രയാണോ നിങ്ങൾ നമ്പർ ഓഫ് ലോട്ട്സ് ചെയ്യുന്നത് അത് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്തുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി സിമുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സൈക്കോളജി കറക്റ്റ് ആവും. കാരണം ഒരു ലോട്ട് ആകുമ്പോൾ വളരെ കുറച്ച് എമൗണ്ടേ വരത്തുള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ 18 ലോട്ട്സ് ആണ് ഞാൻ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ 18 ലോട്ട്സ് കൊടുത്തപ്പോൾ മാക്സിമം എനിക്കുണ്ടാവാവുന്ന പ്രോഫിറ്റ് 77,000 രൂപയും മാക്സിമം ലോസ് 1,93,000 രൂപയും ആണ്. അപ്പൊ ഇതൊരു എക്സാമ്പിളിന് വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല, ഞാൻ ഈ സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്റ്റാർട്ടിൽ എന്ന് പറയുന്നത്. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഒരു 2 വർഷം മുന്നൊക്കെ. പക്ഷെ ഇപ്പോഴത് ആ രീതിയിൽ വർക്കാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ കാലങ്ങൾക്ക് മുന്നേ ഈ രീതിയിലല്ലാതെ ഒരു ബട്ടർഫ്ലൈ എന്നുള്ള രീതിയിലൊരു സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല ആ സ്ട്രാറ്റജീസ്. കാരണം മാർക്കറ്റ് ബിഹേവിയർ ചേഞ്ച് ആയി, അതുകൊണ്ടാണ് അങ്ങനെ ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു. 9:30 ഞാൻ ബിൽഡ് ചെയ്തത്. ഞാനത് ഫ്രൈഡേയിൽ ഞാൻ ചെക്ക് ചെയ്യുന്നു. ഈ ഫ്രൈഡേ മാത്രമല്ല, ഞാൻ ഈ ബിൽഡ് ചെയ്ത സ്ട്രാറ്റജിയെ എനിക്ക് ജനുവരി മുതൽ ഫ്രൈഡേ വരെ, ഈ പറഞ്ഞ ജനുവരി മുതൽ ഓഗസ്റ്റ് 9 വരെ എനിക്ക് ചെക്ക് ചെയ്യണം. അത് ബാക്ക് ടെസ്റ്റ് വഴി എനിക്ക് ചെക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ്, ഇവിടെ ബാക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഹോമിൽ. അതുവഴി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ചെക്ക് ചെയ്യാം 1 year 2 year ഒക്കെ. പക്ഷെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്തുള്ള സെറ്റ് ഓഫ് റൂൾസിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള കസ്റ്റം റൂൾസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. അപ്പൊ ഇതൊരു കസ്റ്റം റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ സ്റ്റോക്ക് നോക്കിയപ്പോൾ എനിക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് കരുതുക. അപ്പൊ ആ ലിമിറ്റേഷൻ ഈ സ്ട്രാറ്റജിക്കുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിക്കുണ്ട്. കാരണം അത് കസ്റ്റം മെയ്ഡ് സ്ട്രാറ്റജിയാണ്. അപ്പൊ അതിനകത്തുള്ള റൂൾ സെറ്റ്സ് ഈ പറയുന്ന സ്റ്റോക്ക് മോക്കിനകത്ത് അത്രയും കസ്റ്റം മെയ്ഡ് അല്ല. അതുകൊണ്ട് എനിക്കിത് സിമുലേഷനിൽ പോയി ഞാൻ ഈ കസ്റ്റം മെയ്ഡ് ആയിട്ട് ഉള്ള രീതിയിൽ ഇപ്പോൾ കറന്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സ്ട്രാറ്റജി ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി ശരിക്കും നോർമലി നമ്മൾ സിമുലേഷനിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഓരോ 5 minutes 1 minute ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് മാറും. ഇത് പ്രോഫിറ്റ് 1080 ആയി, അടുത്ത 1 minute ആയപ്പോൾ 1602 ആയി, അല്ലെങ്കിൽ അടുത്ത 5 minute വെച്ച് നോക്കിയപ്പോൾ അങ്ങനെയായി. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് മാനുവലി നമ്മൾ ചെയ്യുന്നതാണ്. മാനുവലി അല്ലാതെ ഇവിടെ ഒരു ഓട്ടോ റൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ റൺ ക്ലിക്ക് ചെയ്തിട്ട് 1 minute 1 second മൂവ് ആവും എന്നാണ് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. 1 minute 1 second മൂവ് ആവും എന്നുള്ള രീതിയിൽ, 1 second 1 minute ക്യാൻഡിൽ മൂവ് ആവും എന്നുള്ള രീതിയിൽ. അപ്പൊ ആ രീതിയിൽ വേണമെങ്കിൽ മൂവ് ചെയ്യാം. അപ്പൊ ഇത് 1 minute സെക്കൻഡ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി 5 minute 10 minute ഒക്കെ ആക്കാൻ പറ്റും. 1 second 5 minute അല്ലെങ്കിൽ 1 second 10 minute ക്യാൻഡിൽ മൂവ് ആവുന്നത് ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ 1 minute 1 second 1 second 1 minute ക്യാൻഡിൽ മൂവ് ആവുന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഓട്ടോ പ്ലേ കൊടുത്തു. പക്ഷെങ്കിൽ ഞാനത് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് വെയിറ്റ് ചെയ്ത് ഞാനത് 3:30 വരെ വെയിറ്റ് ചെയ്യണം. അതായത് ഓരോ മിനിറ്റായി ഇങ്ങനെ മൂവ് ചെയ്ത് 3:30 ആവുന്ന ടൈം വരെ ഞാനിത് നോക്കണം. പ്രോഫിറ്റ് ആയോ, ലോസ് ആയോ, എന്റെ സ്ട്രാറ്റജിയുടെ പ്രോഫിറ്റ് അറ്റൈൻ ആയോ, അല്ലെങ്കിൽ എന്റെ സ്ട്രാറ്റജിയുടെ സ്റ്റോപ്പ് ലോസിലോട്ട് അത് പോയോ, ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. മാത്രമല്ല ഈ ഒരൊറ്റ ഡേ മാത്രമല്ല എന്റെ ലക്ഷ്യം. ഞാൻ ജനുവരി 1 മുതൽ ഇതുവരെയുള്ള ഓഗസ്റ്റ് 9 വരെയുള്ള എല്ലാ ഡേയ്സും ഇതുപോലെ നോക്കണം. എന്നിട്ട് അതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി യൂസ്ഫുൾ ആണോ, അത് ഉപയോഗിക്കാൻ പറ്റുമോ, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് ഡീസന്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് പകരം ഞാൻ നിങ്ങൾക്കൊരു ഫീച്ചർ കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ ഞാനിപ്പോൾ 9:30 പറയുന്ന സ്ട്രാറ്റജി ചൂസ് ചെയ്തു. 9:30 ഞാൻ സ്ട്രാറ്റജി ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ടൈമിനെ 15, അതായത് 3:30 ആകുമ്പോഴാണല്ലോ മാർക്കറ്റ് ക്ലോസ് ആവുക. 3:29 ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തു. 3:29 വരെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ സ്ട്രാറ്റജി റൺ ചെയ്യുന്നതിന് പകരം, ഓരോ സെക്കൻഡ്സ് ബൈ സെക്കൻഡ് ആയിട്ട് സ്ട്രാറ്റജി റൺ ചെയ്യുന്നതിന് പകരം ഞാനിവിടെ MTM-ൽ പോയി ചെക്ക് ചെയ്യുവാണ്. ഈ MTM-ൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ MTM-നകത്ത്, അതായത് മാർക്കറ്റ് ടു മാർക്കറ്റിനകത്തുള്ള പ്രോഫിറ്റ് ലോസ് എത്ര എന്നുള്ളതിനകത്ത് പോയി ചെക്ക് ചെയ്യുവാണ് ഇവിടെ.
അവിടെ 1 മിനിറ്റ് ബേസ് ആയിട്ടുണ്ട്, 2 മിനിറ്റ് ഉണ്ട്, 3 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്, ഏതുകൊണ്ടെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ 1 മിനിറ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം 1 മിനിറ്റിൽ ഈ 1 മിനിറ്റിനകത്ത് തന്നെ പല പല സെക്കൻഡ്സ് ഉണ്ടല്ലേ, 60 സെക്കൻഡ്സ് ഉണ്ട് 1 മിനിറ്റിനകത്ത്. അപ്പോൾ 1 മിനിറ്റിന്റെ ക്ലോസിന്റെ ബേസിലായിട്ടുള്ള എന്താണോ റിസൾട്ട് അതാണ് ഇവിടെ കാണിക്കുന്നത്. 2 മിനിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെയും അതിന്റെ ആ ഒരു ഗ്യാപ്പ് ഒത്തിരി കൂടും. കുറെ ഡേറ്റാ പോയിന്റ്സ്, അതായത് 120 ഡേറ്റാ പോയിന്റ്സ് വരും ഓരോ സെക്കൻഡിലെയും. 1 മിനിറ്റിനകത്ത് 60 ഡേറ്റാ പോയിന്റ്സേ ഉള്ളൂ. അതുകൊണ്ട് അത് കുറച്ച് കൂടെ നാരോഡ് ആണ് നമുക്ക് നോക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് 1 മിനിറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. 1 മിനിറ്റ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ ഇത് 2:30 മുതൽ 5:30 വരെയുള്ള ടൈമാണ്. ഇത് ഫുൾ ഡേ ആയിട്ട് നോക്കുക. 9:30 നമ്മൾ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയം തൊട്ട് നോക്കുക. സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 9:30 9:30 മുതൽ 3:29 വരെ ഉള്ള അതിന്റെ പെർഫോമൻസ് ആണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ MTM, അതായത് പ്രോഫിറ്റിന്റെ അല്ലെങ്കിൽ ലോസിന്റെ പെർഫോമൻസ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് സെൻസെക്സ് ആ ദിവസം, ആ അണ്ടർലേയിങ് ആ ദിവസം എങ്ങനെ മൂവ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അന്ന് നമ്മൾ ഈ ഷോർട്ട് സ്ട്രാറ്റിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു എന്ന്. കാരണം മാർക്കറ്റ് ഏകദേശം ഒരു റേഞ്ചിലാണ് മൂവ് ചെയ്തത് എന്ന് തോന്നുന്നു. ഒന്ന് മാർക്കറ്റ് കയറിയതിനു ശേഷം താഴേക്ക് വന്നു. പക്ഷെ എങ്കിലും ആ ദിവസം എനിക്ക് തോന്നുന്നു ഒത്തിരി അധികം പ്രീമിയം അവിടെ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റീസെന്റ് ആയിട്ടുള്ള ഡേയ്സിൽ ഇപ്പോൾ വോളറ്റിലിറ്റി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയം നന്നായിട്ട് കോൺട്രാക്ട്സിൽ അവൈലബിൾ ആണ്. മാർക്കറ്റ് എന്തോ ഒരു ഡിഫൈൻഡ് ഇവന്റ് എന്തോ വെയിറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം IV ഒത്തിരി ഹയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 9:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ MTM കയറിക്കൊണ്ടിരിക്കുകയാണ്, അതായത് പ്രോഫിറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. 17,000, 20,000, 34,000, 46,000, 54,000 എന്നല്ല നമുക്ക് ഇവിടെ തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവും. അതല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ ചാർട്ട് നോക്കണ്ട എന്നുണ്ടെങ്കിൽ ഒറ്റ ഷോട്ടിന് മനസ്സിലാക്കണമെങ്കിൽ ദാണ്ട് ഇവിടെ പോയി നോക്കിയാലും മതി. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ മിനിമം MTM എത്രയായിരുന്നു, അതായത് ഏറ്റവും കുറഞ്ഞ ലോസ് വന്ന പോയിന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വന്ന പോയിന്റ് എത്രയായിരുന്നു. 423 ആയിരുന്നു ഏറ്റവും കുറഞ്ഞത്. 63,576 ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് മനസ്സിലായി. അധികം സമയമൊന്നും എടുത്തില്ല. നമ്മൾ 5 മിനിറ്റ്സ് 1 മിനിറ്റ് എന്നുള്ള രീതിയിൽ അത് ഓട്ടോ റൺ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട സമയത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതുപോലെ വേറൊരു ദിവസം കൂടെ കാണിച്ചു തരാം. വേറൊരു ദിവസം, അതിന് തൊട്ട് മുന്നത്തെ ദിവസം അല്ലെങ്കിൽ റാൻഡം ആയിട്ടൊരു ദിവസവും ഞാൻ എടുക്കാം. റാൻഡം ആയിട്ട് ഞാൻ പോയിട്ട് ഒരു ദിവസവും എടുക്കുവാണ്. റാൻഡം ആയിട്ട് ഞാനൊരു മാർച്ച് 12 ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മാർച്ച് 12 എന്ന് പറയുമ്പോൾ അത് ഫിൻനിഫ്റ്റി ആണ്, ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. ഇവിടെ ഞാൻ അതുപോലെ തന്നെ സെയിം സ്ട്രാറ്റജി ഞാൻ നോക്കുവാണ്. സെയിം സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയുള്ള ഒരു സ്ട്രാറ്റജിയോ ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഇവിടെ യൂസ് ചെയ്യാണ് എന്ന് വിചാരിക്കുക. 9:30 ഞാൻ ഈ ഷോർട്ട് സ്ട്രാങ്കിൾ ചൂസ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ലോട്ട് സൈസ് തന്നെ അവിടെ കീപ്പ് ചെയ്തു 18. നിങ്ങളുടെ ലോട്ട് സൈസ് ഏതാണോ അത് കീപ്പ് ചെയ്യാം. അതിനുശേഷം ഹെഡ്ജ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഹെഡ്ജ് ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഈ സ്ട്രാറ്റജി 15:29 ആക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ MTM-നകത്ത് ഞാൻ കയറി നോക്കുകയാണ്. MTM-നകത്ത് കയറി നോക്കുമ്പോൾ ഇത് ഞാൻ എപ്പോഴാണോ സ്ട്രാറ്റജി തുടങ്ങിയത് ആ സ്ട്രാറ്റജി തുടങ്ങിയത് വരെ ഇതിനെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ കൊണ്ടുവരിക. ഇത് 9:30 മുതൽ അതുപോലെ തന്നെ 3:29 വരെയുള്ള ടൈമിൽ ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ സ്ട്രാറ്റജിയിൽ മിനിമം MTM എന്ന് പറയുന്നത് 50,000 രൂപയുടെ ലോസ് ആണ്. ഇവിടെ 50,000 രൂപയുടെ ലോസും 9,504 രൂപയുടെ പ്രോഫിറ്റുമാണ് ഈ സ്ട്രാറ്റജി കാണിച്ചിരിക്കുന്നത്. ഈ സ്ട്രാറ്റജി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു റേഞ്ചിനെയൊക്കെ കട്ട് ചെയ്ത് വലിയ രീതിയിൽ ഇത് മൂവ് ചെയ്തു. കാരണം ഇവിടെ കണ്ടോ, ഇവിടെ എന്തോ സഡൻ ആയിട്ടുള്ളൊരു സ്പൈക്ക് ഒക്കെ വരുന്നുണ്ട്. സ്പൈക്ക് വന്നു, സഡൻ ആയിട്ട് തന്നെ അത് ഫോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റേഞ്ചിനകത്ത് നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ആ റേഞ്ചിനെ ഇത് കട്ട് ചെയ്ത് ഡെൽറ്റ മൂവ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ലോസും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ പല നിങ്ങളുടെ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണോ ആ സ്ട്രാറ്റജീസ് ഇതുപോലെ സിമുലേറ്റ് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് ഈ MTM നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. MTM-ൽ തന്നെ ചാർട്ട് വേണമെങ്കിൽ നോക്കാം. ചാർട്ട് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, എങ്ങനെയാണ് സ്ട്രാറ്റജി ടൈം ലൈനിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അതല്ല അറ്റ് സ്ട്രെച്ച് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി മാക്സിമം MTM, മിനിമം MTM എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയാലും മതിയാവും. അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു വീഡിയോ. ഇത് സ്റ്റോക്ക് മോക്ക് ആണ്. അപ്പോൾ സ്റ്റോക്ക് മോക്കിനകത്ത് ഈ സിമുലേഷൻ ഞാൻ കാണിച്ചുവെങ്കിലും സിമുലേഷൻ മാത്രമല്ല ബാക്ക് ടെസ്റ്റിനുള്ള സാധനങ്ങളും ഇതിനകത്തുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. ഞാൻ കുറച്ച് സ്ട്രാറ്റജീസ് എല്ലാം ഇവിടെ തന്നെ ബാക്ക് ടെസ്റ്റിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ആണ്. അവരുടെ സൈറ്റിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിനകത്ത് തന്നെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇത് നമ്മൾ
സിമുലേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. മാത്രമല്ല ഇവിടെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിനകത്ത് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ലേണിങ്ങിനകത്ത്. ഇപ്പോൾ ഇത് ക്ലിക്കായിട്ട് ഓപ്പൺ ആവുന്നില്ല, പക്ഷെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് വീഡിയോസ്. എന്തൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്ഷൻസ് ഉള്ളത്, പ്രീ ഡിഫൈൻഡ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഈ പറയുന്ന ഓരോ ഓപ്ഷൻസും എന്തൊക്കെയാണ് എന്നുള്ളതല്ല. ഇത് സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയുള്ള ഒരു പ്രൊമോ വീഡിയോ അല്ല, ദയവായി അങ്ങനെ വിചാരിക്കരുത്. ഞാൻ വളരെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത്. ഇതുപോലെ വേറെ 1-2 ടൂൾസും ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഈ ടൂളാണ്. വേറെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു ടൂൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. സിമുലേഷന് വേണ്ടി, എസ്പെഷ്യലി ഓപ്ഷൻ ഡെറിവേറ്റീവ്സ്, അതെല്ലാം ഇനിയിപ്പോൾ സ്റ്റോക്കിന്റെ സിമുലേഷന് വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും വളരെ നല്ല ടൂൾ നിങ്ങൾ യൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒത്തിരി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നൊരു ടൂൾ നിങ്ങൾ യൂസ് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെക്കാളും ബെറ്റർ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് കമന്റ് ആയിട്ടും കൂടി അറിയിക്കൂ. നമുക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും. നമുക്ക് എല്ലാവർക്കും അത് വളരെ രീതിയിൽ നമ്മുടെ ട്രേഡിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും തന്നെ ഹാപ്പി ട്രേഡിംഗ്. നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.